ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. കോൾഡ് പ്രൊഫസർ ഫാസ്റ്റ് കേസ്. ഓക്കെ, സ്റ്റോറിയൊക്കെ പോവാം. ആ പ്രിയ, എന്തമ്മ? കോളേജിൽ പോകണ്ടേ? ശരി അമ്മ, കോളേജിൽ പോകണം, ലേറ്റായി. അങ്ങനെ കോളേജിൽ പ്രിയ ഇറങ്ങി വന്നു. അമ്മ, എന്തു പറ്റി പ്രിയ? ശരി, ഞാൻ കോളേജിൽ പോയിട്ട് വരാം. അങ്ങനെയായിട്ട് കോളേജിൽ വന്നു. അങ്ങനെ കൊറിയയിലാണ് ഹീറോയി ഉള്ളത്, പ്രൊഫസറായിട്ട്. ഹീറോ എപ്പോഴും ട്രഡീഷണൽ ഡ്രസ്സ്, ഓരോന്ന് സാരി, ഓരോന്ന് മോഡൽ ഡ്രസ്സ്, അങ്ങനെ ഹീറോ ഇടും. മോഡൽ തന്നെ സിമ്പിൾ മോഡൽ, ഫുൾ മോഡലല്ല. അങ്ങനെ കുറേ ഡ്രസ്സ് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. സിമ്പിൾ പറഞ്ഞ ഓഫീസിൽ എങ്ങനെ പോവാം അതേമാതിരിയാണ് ഹീറോ ഇടുന്നത്. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ കോളേജിൽ വന്നു. ഫസ്റ്റ് ടൈമാണ് കോളേജിൽ ഫ്രണ്ട്സിനെ പിടിച്ചു ഹീറോയിൻ. ഹായ്, എൻ്റെ പേര് ജാക്ക്. ഹായ് ജാക്ക്. അങ്ങനെയായിട്ട് ഹീറോയിൻ സന്തോഷത്തായി ഇങ്ങനെ കോളേജിലേക്ക് വന്ന് അങ്ങനെ ജോയിൻ ചെയ്യും. ഇപ്പം എല്ലാ സ്റ്റുഡൻസ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കോളേജിലേക്ക് ബുക്ക് എടുത്തുകൊണ്ട് ഹീറോയിൻ കോളേജിലേക്ക് ഇങ്ങനെ ഓടി വന്നു. അങ്ങനെ ജംഗുക്ക് അവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജിമിൻ വിയും കൂടെ സംസാരിക്കായിരുന്നു. അങ്ങനെ ജെമ്മി വി പറയാൻ തുടങ്ങി, എടാ നമുക്ക് ഒരു മീസ് കിട്ടുന്നില്ലടാ ഒന്ന് കലയയക്കാൻ, ഒരു ഗേളില്ല. ഫസ്റ്റ് ടൈം ഒരു ഗേൾസ് വരുന്നില്ല എന്ന് പറഞ്ഞു വരുന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ നടന്നു വരുന്നായിരുന്നു. അതെ, ഹീറോയിൻ വന്ന് ഹീറോയിനെ കണ്ട് ജംഗുക്ക് വി പറയാൻ തുടങ്ങി, എന്താടാ? അങ്ങനെ എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ? അങ്ങനെ ഫസ്റ്റ് ടൈം, ഫസ്റ്റ് കോളേജാണ്. സീനിയർക്ക് മറിയാതെ പറഞ്ഞോ. സീനിയറാ? ജംഗുക്ക് മേളകില്ലെന്ന് ഹീറോയി പറയുന്നത്. ഞാൻ സീനിയർ. നിങ്ങൾ സീനിയറായാ? ഞാൻ പഠിക്കുന്നതല്ല, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, ഞാൻ പ്രൊഫസറാണ് എന്ന് ഹീറോയി പറഞ്ഞു. പ്രൊഫസറാ? ഈ ജോക്ക് പറയുന്നത് വീഴിക്കളിയൊക്കെ ചെറിയൊക്കെ. അങ്ങനെയായിട്ട് വെല്ലടിച്ച് അങ്ങനെ എല്ലാവരും വെല്ലടിച്ച് അങ്ങനെയായിട്ട് എല്ലാവരും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും ഓടിപ്പോയി. ഹീറോയ്ക്ക് ടെൻഷനായി, അവൻ ആരെ പിത്ത് ശരിയാക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ കോളേജിലേക്ക് പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങളെ ക്ലാസ് ഞാൻ കാട്ടിയാൽ. പ്രിൻസിപ്പൾ പറഞ്ഞു, ഇതാണ് മാം നിങ്ങളെ ക്ലാസ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അങ്ങനെ പ്രിൻസിപ്പൾക്ക് മര്യാദ കൊടുത്ത് നിങ്ങളെ പുതിയ ടീച്ചർ അങ്ങനെയായിട്ട് പറഞ്ഞു. വിയും ജംഗുക്കും ജിമിനും 3 പേര് ബാക്ക് സീറ്റിലായിരുന്നിട്ട് അവർ രണ്ടാൾ ജോളിയായിരുന്നു. വി യഥാർത്ഥത്തിൽ വിക്ക് ഷോക്ക്. എന്ത് ഇത് പ്രൊഫസറാ? ജംഗുക്ക്, ജിമിൻ, ജംഗുക്ക് ഇങ്ങോട്ട് നോക്കടാ. എന്ത് ജിമിനൊക്കെ ഷോക്ക്. പ്രൊഫസറാ? അയ്യോ, നമ്മളെല്ലാം കഴിഞ്ഞ്, നമ്മളെല്ലാം പൊളഞ്ഞു പോയല്ലോ. ജംഗുക്ക് എന്താടാ അങ്ങോട്ട് നോക്കൂ. ജംഗുക്ക് യഥാർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. ജംഗുക്ക് ഷോക്കായി പോയി. ജംഗുക്ക് ഷോക്കായി. ഇവർ പ്രൊഫസറാ? അയ്യോ പ്രൊഫസർ. അങ്ങനെ ജംഗുക്ക് ഷോക്കായി വെച്ച് ഹീറോയിൻ എല്ലാവരും പേര് പറയാൻ തുടങ്ങി ഹീറോയിനോട്. എല്ലാവരും ശരി ഓക്കെ, ഫസ്റ്റ് ബെഞ്ച് അങ്ങനത്തെ പിന്നെ തേർഡ് ബെഞ്ച് അങ്ങനെയായിട്ട് പറയുന്നു. ജംഗുക്ക് വി അണിച്ച് പറയാൻ തുടങ്ങി. വീനാണ് ഷോക്കായി, ഇവൻ തന്നെയാണോ? അങ്ങനെ ജിമിൻ പറഞ്ഞു, ജംഗുക്ക് ഇവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ജംഗുക്ക് എണിച്ച് ജംഗുക്ക് നെയിം പറഞ്ഞു. ഓ, നീ ഇവിടെ തന്നെയാടാ ഉള്ളത്, ശരിയാക്ക നിനക്ക്. അങ്ങനെ ജംഗുക്ക് പറഞ്ഞു. ജംഗുക്ക് ഭയങ്കര പേടിയായി പോയി. അയ്യോ പ്രൊഫസറാണല്ലോ. അങ്ങനെ ജംഗുക്കിനെ കണ്ട് ഹീറോയിൻ സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ശരിടാ, എനിക്ക് വെച്ചിട്ടുണ്ട് ആപ്പ്. അങ്ങനെ ഹീറോ സ്മൈൽ ചെയ്യാൻ തുടങ്ങി. ടെസ്റ്റ് ശരി ഓക്കെ. അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ക്ലാസ് നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഞാൻ പഠിപ്പിക്കും. അങ്ങനെയായിട്ട് ക്ലാസ് കഴിഞ്ഞു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിനെ കണ്ട് ജംഗുക്ക് ഭയങ്കര പേടിയായിരുന്നു. ജംഗുക്കിന് മുറയ്ക്കാൻ തുടങ്ങി. ഹീറോക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയി പഠിക്കുന്ന വീക്ക് ജംഗുക്കിന് എപ്പോൾ നോക്ക് പറയായിരുന്നു, നീ എന്താടാ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ജംഗുക്കിന് വഴക്ക് പറയുമായിരുന്നു ഹീറോയി. ശരി ഓക്കെ, നീ ഫെസൽ ക്ലാസ്സിലേക്ക് വരണമെന്ന് ജംഗുക്കിനോട് പറഞ്ഞു. ഹീറോയിൻ്റെ അടുത്താണ് ജംഗുക്കിന് വീട്. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി, മറിയാതില്ല എൻ്റെ വീട്ടിൽ വന്ന് നീ പഠിക്കണം നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞ് കേൾക്കുന്നത് നിനക്ക് നല്ലത്. ഇല്ല അച്ഛൻ മേഡം പറയണ. ജംഗുക്ക് പേടിച്ചു. ശരി മേഡം, ഞാൻ വരാമെന്ന് ജംഗുക്ക് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് ജംഗുക്ക് വന്നു. അങ്ങനെ അകത്ത് വന്നു. അങ്ങനെ വല്ലടിച്ച് നമുക്ക് ഒരു ആൻറ്റി തുറന്നു. ആരപ്പനി? മാഡം ഉണ്ടോ? പ്രൊഫസറിൻ്റെ വീട്. അങ്ങനെ ഹീറോയിൻ്റെ പേര് പ്രിയ. പ്രൊഫസറിൻ്റെ മാഡത്തിൻ്റെ വീട് ഇതല്ലേ? അതെ. നിങ്ങൾ ഹീറോയിൻ ആയിട്ട് വന്ന് ഹായ് എന്ന് ജംഗുക്ക് പറഞ്ഞു. എവിടെ ഉള്ളത് ടീച്ചർ? ഓ, മുകളിലാണ്, മുകൾക്ക് പോയിക്കോ. അമ്മ ഇവിടെ മുകൾക്കോ. ജ്യൂസ് കോഫിയാണ്? എനിക്ക് ഒന്നും വേണ്ട ആൻറ്റി. ജ്യൂസ് കഴിച്ചോ. ബനാന ജ്യൂസ് കൊടുത്തു. അങ്ങനെ ജംഗുക്ക് ബനാന ജ്യൂസ് കൊടുത്ത് മുകളിൽ പോയി കൊടുപ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ മുകളിൽ പോയി ജംഗുക്ക് വാതിൽ തുറന്നു നോക്കുമ്പോൾ
അങ്ങനെ ഹീറോയിൻ കുളിച്ച് ഫ്രഷായിട്ട് തട്ട് കൊടുത്ത് വന്നായിരുന്നു. ജങ്കുക്ക് വാന്ന് വായു കൊടുക്കാൻ തുടങ്ങി. ജങ്കുക്ക് മൊത്തം നോക്കി ഷോക്കായി. ജങ്കുക്ക് വിളിഞ്ഞ് ഷോക്കായിരുന്നു. ഹീറോയിൻ തട്ട താഴെ ഇട്ടു. ഇങ്ങനെ തട്ട താഴെ വീണു. ജങ്കുക്ക് മൊത്തം നോക്കി. ജങ്കുക്ക് ഷോക്കായി, കണ്ണു വൈഡായി. അങ്ങനെ ജങ്കുക്ക് ഷോക്കായി ഫുള്ള് നോക്കി. അങ്ങനെ ഹീറോയി തട്ട എടുത്തു. ജങ്കുക്ക് ഇത് ഫുള്ള് നോക്കി. ജങ്കുക്ക് അവിടെ നിന്ന് പോയി പുറത്തിറങ്ങി പൊട്ട അടിക്കാൻ തുടങ്ങി. ഹീറോയി കുറച്ച് നേരം കഴിഞ്ഞ് വാത തുറന്നു. അകത്ത് വാ പറഞ്ഞു. ജങ്കുക്കിനെ ഡോർ തുറന്നു. ജങ്കുക്ക് കണ്ടായിരുന്നു. അകത്ത് വന്നു. ജങ്കുക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഹീറോയി ജങ്കുക്ക് ഒരുമാതിരി ജങ്കുക്ക് എല്ലാം നോക്കിയിരുന്നല്ലോ. ജങ്കുക്കിന് തലക്കടിച്ച്. എന്താ ടീച്ചർ മറിയാതെ പഠിക്കുന്നില്ലേ? ശരി. ജങ്കുക്ക് കുറച്ച് ടെൻഷൻ. ജങ്കുക്ക് പഠിപ്പിക്കുമായിരുന്നു ഹീറോയി. ജങ്കുക്ക് ഒരുമാതിരി സാരി എടുത്തായിരുന്നു ഹീറോയി. അതുകൊണ്ട് ജങ്കുക്ക് ഒരുമാതിരിയായിരുന്നു. ശരി, ഓക്കെ. പഠിപ്പിച്ച് ജങ്കുക്ക് പഠിക്കാൻ തുടങ്ങി. ശരി, ഡെയിലി വന്ന് പഠിക്കണം, മനസ്സിലായോ? ശരി മാഡം. ശരി, ഓക്കെ. അതിനെ പേടിച്ച് ജങ്കുക്ക് പഠിക്കാൻ തുടങ്ങി. ശരി, അങ്ങനെ വീട്ടിലേക്ക് പോയി. ജങ്കുക്ക് വർക്ക് വന്നില്ലായിരുന്നു. ഫുള്ള് നോക്കിയത് ജങ്കുക്ക് അതേ നടപ്പ് വരുമായിരുന്നു. ജങ്കുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. രാവിലായി. ജങ്കുക്ക് കോളേജ് വന്നു. ഹീറോയി പഠിപ്പിക്കുമായിരുന്നു. ഹീറോക്ക് കുറച്ച് ഹീറോയിനെ പിടിക്കരുത്. ഫുള്ള് നോക്കിയായിരുന്നല്ലോ. അങ്ങനെ ജങ്കുക്ക് ക്ലാസ് ബസ്സിൽ ക്ലാസ് വരും. അങ്ങനെ ഓരോ ഡേയ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ ജങ്കുക്ക് ഹീറോയിനെ കുറച്ച് പിടിക്കാൻ. ജങ്കുക്കും ഹീറോയിനെ സൈറ്റ് എടുക്കുക. ഇത് വി പറയാൻ തുടങ്ങി. എന്താ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നടാ എന്ന് ജങ്കുക്ക് പറഞ്ഞു. ഇങ്ങനായിട്ട് ഹീറോയ്ക്ക് ഡേയ്സ് പോകാൻ തുടങ്ങി. ഇന്ന് ക്ലാസ്. ജങ്കുക്ക് വീട്ടിലേക്ക് വന്നു. ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വീട് ഡോർ കൂട്ടി. അങ്ങനെ ഹീറോയി ഡോർ തുറന്നു. അകത്ത് വാ. ടീച്ചർ മാഡം അകത്ത് വാ. മാഡം വീട്ടിലാരില്ല? അവർ പെൻഷനൊക്കെ പോയിട്ടുണ്ടോ? അവർ വരുമ്പോൾ ഇപ്പോൾ എന്ത് വരില്ല. അങ്ങനെ ജങ്കുക്കോട് പറഞ്ഞു. ജങ്കുക്ക് എപ്പോൾ വരും മാഡം? അവർ വരുമ്പോൾ ഇനി 20 നാളുണ്ട്. അവർ വരല്ല, 20 നാളുണ്ട്. എന്ത് മാഡം? നിങ്ങൾ അനിയത്തി അവൾ ഹോസ്റ്റലിലേക്ക് പോയിന്. ഹോസ്റ്റലിൽ പഠിക്കുകയാണ്. അവൾ ഇവിടെ ഇല്ല, അമ്മ പോയിന്. അത്രയും ജങ്കുക്ക് അകത്ത് വന്നു. വാതിൽ ഹീറോയി വന്നത് ചെയ്തു.